والصلاة والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് വതർഹീബിൽ കിതാബ് സദഖാത്തിലെ സദഖയുമായി ബന്ധപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ അത് ആളുകളിൽ നിന്ന് വാങ്ങാനും അതുപോലെ മറ്റുള്ളവർക്ക് നൽകാനും അത് ഏൽപ്പിക്കപ്പെടുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് ശുദ്ധക്കോടും തഖ്വയോടും കൂടി ചെയ്യണം. അതിന് സാധിക്കാത്തവർ അല്ലെങ്കിൽ സ്വന്തത്തിൽ ആ ഒരു ദൃഢതയില്ലാത്തവർ അതിന് നിൽക്കരുത് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ. അടുത്തത് وعن أبي حميد الساعدي رضي الله عنه قال استعمل النبي صلى الله عليه وسلم رجل من الأزد يقال له ابن لتبية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയെ ഈ സദഖ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ജോലി ഏൽപ്പിച്ചു. ലുത്ബ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അല സദഖതി ഫലമ്മ ഖദിമ ഖാല ഹാദാ മാലുക്കും വഹാദാ ഉഹ്ദി ലി. അങ്ങനെ സക്കാത്തൊക്കെ പിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് സക്കാത്തിൻ്റെ സമ്പത്ത് ഇതാണ് എന്ന് പറഞ്ഞ് ഒരു ഓഹരി കൊടുക്കുകയും അതിൽ നിന്ന് കുറച്ച് അദ്ദേഹം എടുത്തിട്ട് പറഞ്ഞു ഇതെനിക്ക് ഹദിയയായിട്ട് ആളുകൾ നൽകിയതാണ് എന്നെനിക്ക് പറഞ്ഞു. ഖാല ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹമിദല്ലാഹ് വഅത്ന അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ആളുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഹംദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അമ്മാ ബഅദ് ഫഇന്നി ഇസ്തഅമലു റജുല മിൻകും അൽ അമലി മിമ്മാ വല്ലാനില്ലാ. അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളെ ആ ജോലി ഏൽപ്പിച്ചിരുന്നു. ഫയഅതി ഫയഖൂലു ഹാദാ മാലുക്കും വഹാദിഹി ഹദിയത്തുൻ ഉഹ്ദിയത് ലി. ആ വ്യക്തി പറഞ്ഞു സക്കാത്തിന്റെ ഒരു സമ്പത്ത് കൊടുത്തിട്ട് ഇത് നിങ്ങൾക്കുള്ള സക്കാത്തുമായി പിരിച്ചതാണ്, ഇതെനിക്ക് ഹദിയയായി ലഭിച്ചതാണ് എന്ന് പറഞ്ഞു. അഫലാ ജലസ ഫീ ബൈതി അബീഹി വ ഉമ്മിഹി ഹത്താ തഅതിയഹു ഹദിയതുഹു ഇൻ കാന സ്വാദിഖൻ. അവനവൻ്റെ ഉപ്പയുടെയോ ഉമ്മയുടെയോ വീട്ടിലിരുന്നു കൊണ്ട് ഇരിക്കാമായിരുന്നില്ലേ അവന് ഹദിയ ആളുകൾ കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട്. വല്ലാഹി ലാ യഖുദു അഹദും മിൻകും ഷൈഅൻ ബിഗൈരി ഹഖ്ഖിഹി ഇല്ലാ ലഖിയല്ലാഹു യഹ്മിലുഹു യൗമൽ ഖിയാമ. ഈ സക്കാത്ത് പിരിക്കുന്ന ആളുകൾ ഹക്കല്ലാത്ത രീതിയിൽ അവന് സക്കാത്തിൻ്റെ എന്തായാലും അതിനുള്ള ചെയ്യുന്ന ജോലിക്കുള്ള ഒരു ഓഹരി അവന് ലഭിക്കും. അതല്ലാത്ത രീതിയിൽ ഇങ്ങനെ എടുക്കുക എന്നുള്ളത് അവൻ അതുമായി ഏറ്റിക്കൊണ്ട് പരലോകത്ത് വരുന്നതാണ്. ഫലാ അരിഫൻ അഹദൻ മിൻകും ലഖിയല്ലാഹു യഹ്മിലു ബഈറൻ ലഹു റുഗാ വലാ ബഖറത്തുൻ ലഹു ഖുവാർ വ ഔശാത്തുൻ തൈഅറു. ഞാൻ നിങ്ങൾ ഒരാളെയും ഉണ്ടാവാതിരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരാളും അള്ളാഹുവിനെ കാണാതിരിക്കട്ടെ ഏത് നിലക്ക് അവൻ ഒരു ഒട്ടകം നിലവിളിക്കുന്ന ശബ്ദമുണ്ടാക്കുന്ന ഒട്ടകത്തേനെയോ അല്ലെങ്കിൽ പശുവിനെയോ അല്ലെങ്കിൽ ആടിനെയോ ഏറ്റി വരുന്ന അവസ്ഥയിൽ. ثم رفع يديه حتى رؤي بياض ഇബ്തൈഹി യഖൂൽ അല്ലാഹുമ്മ ബല്ലഗ്തു വസ്നഇനി വസ്അഉദ്നി. സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവെ ഞാൻ ഇതാ എത്തിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അഥവാ സക്കാത്തിന്റെ ഓഹരി പിരിക്കുന്ന ആളുകൾ അത് ഏറ്റവും സത്യസന്ധമായി വിശ്വസ്തയോടുകൂടി വേണം അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട്. ഹക്കല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം അവൻ അതിന് എടുക്കുകയോ അല്ലെങ്കിൽ ആ നിലക്ക് സ്വീകരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പരലോകത്ത് അതിനെ ഏറ്റി വരുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ഹദീസ് വൻ അബി മസ്ഊദ് അൽ-അൻസാരി റളിയല്ലാഹു അൻഹു ഖാല ബഅഥനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഇയൻ ثم ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഇതുപോലെ സക്കാത്ത് ആളുകളിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി വാങ്ങിയെടുക്കാൻ വേണ്ടി എന്നെ നിയോഗിച്ചു. എന്നിട്ട് പറഞ്ഞു ഇൻതലിഖ് അബാ മസ്ഊദ് لا ألفينك تجيء يوم القيامة على ظهرك بعير من إبل الصدقة له رغاء قد غللته. എന്നിട്ട് പറയുകയും ചെയ്തു നിന്നെ ഞാൻ അന്ത്യനാളിൽ കാണാതിരിക്കട്ടെ, നീ ഈ സദഖയുടെ ഇനത്തിൽ നിന്ന് നിനക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒരൊട്ടകത്തിനെ എടുത്ത് അത് പരലോകത്ത് ഏറ്റി വരുന്ന ഒരവസ്ഥയിൽ നിന്നെ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഖാല ഫഖുൽതു. അപ്പോൾ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇദൻ ലാ അൻതലിഖ് റസൂലേ, എന്ന് ഞാൻ പിന്നെ ഇല്ല എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് എനിക്ക് പറഞ്ഞു. ഖാല ഇദൻ ലാ ഉക്രിഹുക, എന്നാൽ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അഥവാ സ്വന്തത്തിൽ വിശ്വാസ്യതയില്ലാത്ത ദൃഢതയില്ലാത്ത ഭയപ്പെടുന്ന ഒരു കാര്യം ഏറ്റെടുക്കരുത് എന്നും അതുപോലെ തന്നെ അവിശ്വസ്തയോടുകൂടി വേണം കാര്യങ്ങൾ നിർവഹിക്കാമെന്നും അറിയിക്കുകയാണ്. വഅൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു
ഇന്നി മുംസിക്കുൻ ബിഹുജസിക്കും അനിന്നാർ ഹലുമ്മ അനിന്നാർ വതഗ്ലിബൂനനി. ഞാൻ നിങ്ങളുടെ അരക്കെട്ടിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നരകത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ അരക്കെട്ട് പിടിച്ചുകൊണ്ട് ഞാൻ പിടിച്ചു വലിക്കുകയാണ്. തഖാഹമൂന ഫീഹി തഖാഹുമുൽ ഫറാശി വൽ ജനാദിബ്. ഒരു വെളിച്ചം കണ്ടാൽ, തീ കണ്ടാൽ പാറ്റകളെല്ലാം അതിൽ വീഴുന്നത് പോലെയാണ് നിങ്ങൾ അതിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്, നരകത്തിലേക്ക്. ഫൗഷികു അൻ ഉർസില ബിഹജ്സിക്കും. ഞാനിതാ നിങ്ങളുടെ ഈ പിടി വിടാനായിട്ടുണ്ട്, നിങ്ങളെ അങ്ങോട്ട് വിടാൻ ഒഴിവാക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. വാന ഫറത്തുക്കും അൽ ഹൗദ്. ഞാൻ നിങ്ങളെ ഹൗദിന്റെ അടുക്കൽ, അഥവാ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ നിങ്ങളെ മുൻകടന്ന് കാത്തു നിൽക്കുന്നതാണ്. ഫതരിദൂന അലയ്യ മഅൻ വഅഷ്താതൻ. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് കൂട്ടമായിട്ടും അതല്ലാതെയുമായിട്ടെല്ലാം വന്നെത്തും. ഫഅരിഫുക്കും ബിസീമാക്കും വസ്മായിക്കും. നിങ്ങളുടെ ചില അടയാളങ്ങൾ കൊണ്ടും നാമങ്ങൾ കൊണ്ടും എല്ലാം ഞാൻ നിങ്ങളെ മനസ്സിലാക്കും. കമാ യഅരിഫു റജുലുൽ ഗരീബത മിനൽ ഇബ്ലി ഫീ ഇബ്ലിഹി. ഒരാൾ അവന്റെ ഒട്ടകത്തിൽ അവന്റേതല്ലാത്തൊരു ഒട്ടകത്തെ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാൻ പറ്റും. വയുദ്ഹബു ബിക്കും ദാത ഷിമാൽ വ ഉനാശിദു ഫീക്കും റബ്ബൽ ആലമീൻ. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ നിങ്ങളിൽ നിന്ന് വരുമ്പോൾ എന്നിൽ നിന്ന് നിങ്ങൾ അകറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. ആ അകറ്റപ്പെടുന്ന അവസ്ഥയിൽ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കും, ഫഖൂൽ ഐ റബ്ബി ഉമ്മത്തി. എൻ്റെ റബ്ബേ, എൻ്റെ ഉമ്മത്താണത്. ഫയഖൂൽ, അപ്പോൾ അള്ളാഹു പറയും, യാ മുഹമ്മദ്, എ മുഹമ്മദ്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക് ഇന്നഹും കാനൂ യംശൂന ബഅദകൽ ഖഹ്ഖറ അലാ അഖാബിഹിം. നബിയെ, താങ്കൾക്ക് അറിയില്ല എന്താണ് നിങ്ങൾക്ക് ശേഷം അവർ പുതുതായി ദീനിൽ കൊണ്ടുവന്നത് എന്ന്. അവർ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത് നിങ്ങൾക്കറിയില്ല, അവർ പിന്തിരിഞ്ഞു പോയവരാണ് എന്ന് പറഞ്ഞു. ഫലാ അരിഫന്ന അഹദക്കും യൗമൽ ഖിയാമ യഹ്മിലു ശാതൻ ലഹു സുഗാഉൻ ഫയുനാദി യാ മുഹമ്മദ് യാ മുഹമ്മദ് ഫഖൂൽ ലാ അംലികു ലക ഷൈഅൻ ഖദ് ബല്ലഗ്തുക. നബി പറയാണ്, നിങ്ങളിൽ ഒരാളും ഉണ്ടാകാതിരിക്കട്ടെ നാളെ ഒരു ആടിനെ അന്യായമായി ഭൂമിയിൽ എടുത്തിട്ട് അതിനെ ഏറ്റിക്കൊണ്ടുവരുന്ന ഒരവസ്ഥയിൽ. എന്നിട്ട് നിങ്ങൾ പറയും, യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയും, ഫഖൂൽ ലാ അംലികു ലക ഷൈഅൻ, എനിക്ക് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഖദ് ബല്ലഗ്തുക, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നതാണ്. ഫലാ അരിഫന്ന അഹദക്കും യഅതി യൗമൽ ഖിയാമ യഹ്മിലു ബഈറൻ ലഹു റുഗാ ഫയുനാദി യാ മുഹമ്മദ് യാ മുഹമ്മദ് ഫഖൂൽ ലാ അംലികു ലക ഷൈഅൻ ഖദ് ബല്ലഗ്തുക. അതുപോലെ തന്നെ ഒരു ഒട്ടകമായി ഏറ്റി വരുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളെ കാണാതിരിക്കട്ടെ. ഫലാ അരിഫന്ന അഹദക്കും യഅതി യൗമൽ ഖിയാമ യഹ്മിലു ഫറസൻ ലഹു ഹംഹമത്തുൻ യുനാദി യാ മുഹമ്മദ് യാ മുഹമ്മദ് ഫഖൂൽ ലാ അംലികു ലക ഷൈഅൻ. അതുപോലെ തന്നെ ഒരു കുതിര ആ അവസ്ഥയിൽ വരാതിരിക്കട്ടെ. ഖദ് ബല്ലഗ്തുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഫലാ അരിഫന്ന അഹദക്കും യൗമൽ ഖിയാമ യഹ്മിലു സിഖാ മിൻ അദമിൻ യുനാദി യാ മുഹമ്മദ് ഫഖൂൽ ലാ അംലികു ലക ഷൈഅൻ ഖദ് ബല്ലഗ്തുക. ഒരു തോൽപാത്രത്തിന്റെ വിഷയത്തിലാണെങ്കിൽ, നിസ്സാരമായ കാര്യത്തിലാണെങ്കിലും അന്യായമായി എടുത്ത അവസ്ഥയിൽ അത് ഏറ്റു വരുമ്പോൾ നാളെ പരലോകത്തെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എനിക്കൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, ഞാൻ അറിയിച്ചു തന്നതാണ് എന്നുള്ളത്. ഇത് എല്ലാ വിഷയത്തിലും പൊതുവാണ്. ഏതൊരു വിഷയത്തിലും അന്യായമായിട്ട് മറ്റൊരാളുടെ, അത് സ്വത്താവട്ടെ സമ്പത്താവട്ടെ സ്ഥലമാവട്ടെ എന്ത് കാര്യമാണെങ്കിലും അത് ഏറ്റിക്കൊണ്ട് പരലോകത്ത് വരേണ്ടി വരും എന്നുള്ളത് അറിയിക്കുകയാണ്. ഈ ഫസ്ലിലെ അവസാനത്തെ ഹദീസ്, വഅൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്തദി ഫിസ് സദഖതി കമാനിഇഹാ. സദഖയുടെ വിഷയത്തിൽ അതിര് കവിയുന്നവൻ സക്കാത്തിന്റെ വിഷയത്തിൽ അത് നൽകാത്തവനെ പോലെയാണ്. രണ്ട് മൂന്ന് രീതിയിൽ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, അർഹതപ്പെടാത്തവർക്ക് സക്കാത്ത് കൊടുക്കുന്നവൻ അത് കൊടുക്കാത്തവനെ പോലെയാണ്. അതല്ലെങ്കിൽ ഇതുപോലെ സക്കാത്ത് പിരിക്കാൻ വരുന്ന ആളുകൾക്ക് മുമ്പിൽ അതിൻ്റെ സക്കാത്ത് മറച്ചു വെക്കുക, അഥവാ സമ്പത്തിനെ മറച്ചു വെച്ചുകൊണ്ട് ഇത്രയേ ഉള്ളൂ എന്ന നിലക്ക് സക്കാത്തിനെ കുറക്കുക, അതൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. അഥവാ അർഹതയില്ലാത്ത രീതിയിൽ അർഹതപ്പെടാത്ത ആളുകൾക്ക് സക്കാത്ത് നൽകുന്നവൻ സക്കാത്ത് നൽകാത്തവനെ പോലെയാണ്. സക്കാത്ത് അർഹതപ്പെട്ട ആളുകൾക്കുണ്ട്, അവർക്കാണ് നൽകേണ്ടത് എന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.